നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്റ്റാക്കോളിലൂടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പനങ്കാവ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻ സൈബർ മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. 2 സമ്മാനങ്ങൾ, അതായത് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, കൂടാതെ ഗ്രീൻ സൈബർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. 2 സമ്മാനങ്ങളാണ് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുന്ന വ്യക്തികളെ കാത്തിരിക്കുന്നത്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കണ്ണൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയ നാമധേയമാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ആയാലും ലാപ്ടോപ്പ് ആയാലും മൊബൈലൊക്കെ ആയിക്കഴിഞ്ഞാലും എല്ലാം ഇൻ്റർനാഷണൽ കമ്പനിയുടെ ബ്രാൻഡ് കമ്പനികളുടെ പ്രൊഡക്റ്റാണ്. കൂടാതെ വിലക്കുറവ്, നല്ല സർവീസൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇമേജ് പോയിട്ട് പർച്ചേസ് ചെയ്യുക. കൂടാതെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം വിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റ്. അപ്പോൾ ചെറിയ ചോദ്യമാണ്, നോക്കാം. ചോദ്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാം. അതായത് നമ്മളെ ഓരോ വ്യക്തിയും ചെറിയായിട്ട് തെറ്റൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളാണ് മോശക്കാരായിട്ട് അറിയപ്പെടുക. അല്ല, ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയാം അത് നവീൻ ചെയ്ത തെറ്റാണ്, അപ്പോൾ ഞാനാണ് ഒരു മോശക്കാരനായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിലും കുറ്റക്കാരൻ നമ്മളായിരിക്കും. എൻ്റെ ചോദ്യമാണ്, യാത്രക്കാരൻ തെറ്റ് ചെയ്താൽ മോശമായിട്ട് അറിയപ്പെടുന്ന വാഹനം ഏത് എന്നാണ് ചോദ്യം. യാത്രക്കാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോശമായിട്ട് അറിയപ്പെടുന്ന വാഹനം ഏതാണ്? ഇതിൻ്റെ ഉത്തരം തേടിയാണ് യാത്ര. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ യാത്രയിൽ കൂടെ ചേരാൻ സ്വാഗതം. ഇപ്പം 3 സഹോദരിമാരുണ്ട്. അപ്പോൾ നമുക്ക് അവരെയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. പേര് ഹബീബ. സ്ഥലം ഏഴര. സമയം 12:30 ആകാൻ പോകുന്നു. ഇവിടെ സ്ഥലം 7:30 എന്ന് പറഞ്ഞാൽ എവിടെ സ്ഥലം? തോട്ടടി. ഇങ്ങോട്ടോ. ഹലോ, ഇങ്ങോട്ട്. ആ സൗണ്ട് വരുന്നത്. ഞാൻ വരും. ഇങ്ങോട്ട് വരൂ, ഒന്ന് പരിചയപ്പെട്ട് ഇങ്ങോട്ട് വാ. 7:30 എന്ന് പറയുന്ന സ്ഥലം ഞാൻ ആദ്യമായിട്ട് കേട്ടോ. 7:30. അത് തോട്ടടിയിൽ എവിടെയാണ് 7:30? ഉള്ളോട്ട് പോകുന്ന സ്ഥലമാണ് 7:30 എന്ന സ്ഥലത്തിന്റെ പേര്. ഓക്കെ, ശരി. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാ? മുഴപ്പിലങ്ങാട് ബീച്ച് സൈഡാണോ? യൂത്ത് എന്ന് പറഞ്ഞ സ്ഥലം. ചാല. കോഴിയോട് ചാല. നിങ്ങളുടെ പേര്? റന്ന. ദിൻഷ. പഠിക്കുന്ന എവിടെയാ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എഡ്വിൻ അക്കാദമിയിൽ. ഓക്കെ, നിങ്ങൾ 3 പേരും. അപ്പൊ അങ്ങനെ അവിടെ പഠിക്കുന്നിടത്ത് പരിചയപ്പെട്ടാണ് 3 പേരും അല്ലേ? നിങ്ങൾ 2 പേരും +2 ഒരുമിച്ച് പഠിക്കാൻ പരിചയമുണ്ട്. എവിടെയാണ് പഠിച്ചത്? SN ട്രസ്റ്റ്. ഓക്കെ. അപ്പം പർച്ചേസിങ് എപ്പോഴും പർച്ചേസിന് വേണ്ടി ഇവിടെയാണ് വരുന്നത് കൂടുതലായിട്ടും. അപ്പം ഇന്ന് നിങ്ങൾക്ക് ലീവ്? കാരണം യാത്രക്കാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോശമായിട്ട് അറിയപ്പെടുന്ന വാഹനം ഏതാണ്? ബസ് ആണെങ്കിൽ എന്താ കാരണം? ഇവിടെ രക്ഷയില്ല. പാട്ടോടെ രണ്ടാരെങ്കിലും. അപ്പോൾ എന്തായാലും യാത്ര തുടരട്ടെ, കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. യാത്രക്കാർ തെറ്റ് ചെയ്താൽ മോശമായിട്ട് അറിയപ്പെടുന്ന വാഹനം. അമ്മ നമസ്കാരം. അമ്മ ഒറ്റക്കാണ് വന്നേ? ഇവരെല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് വന്നേ, ഒരു ബിഗ് ഫാമിലി. വാ, ഒന്ന് അടുത്തോട്ട് വന്നേ. ചേട്ടൻ സാർ ഇങ്ങോട്ട് അടുത്തോട്ട് വന്നേ. സാറിൻ്റെ പേര്? പ്രഭാകരൻ. എന്നറിയപ്പെടുന്ന മുഴുവനായിട്ട് പേരെന്താണ്? പ്രഭാകരൻ. അല്ല, വീട്ടുപേര് അങ്ങനെ ഇനീഷ് എന്തെങ്കിലും? വീട്ടുപേര് PV എന്നാണ് പറയുക. അതാണ് പുതിയ വീട്ടിൽ പ്രഭാകരൻ. അതും പിയിലാണ് അല്ലേ? ഇന്ന് ജോലി എന്താണ്? ഡ്രൈവറാണ്. താമസിക്കുന്നത് ചാലോറിനടുത്ത് കൊളോളം എന്നാണ് പറയും. കൊളോളം. യെസ്. നിങ്ങളുടെ പേര്? അമൽ. എന്ത് ചെയ്യുന്നത്? ഞാൻ ടൂളിംഗ് എഞ്ചിനീയർ. എവിടെ? ഇപ്പോൾ പോളണ്ടിൽ വർക്ക് ചെയ്യും. പോളണ്ടിൽ? കുറച്ച് അടുത്തോട്ടുന്നേ.
ഏതോ ഒരു സിനിമ നടൻ ഏതോ ഒരു സിനിമയിൽ പോളണ്ടിന്റെ കാര്യം മിണ്ടി പോരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീനിവാസൻ ഏത് സിനിമയിലാണ്? സന്ദേശം. സന്ദേശം. എന്തുകൊണ്ടാണ് പോളണ്ട് ഇങ്ങനെ പ്രശ്നം? ഈ പോളണ്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രത്യേകത എന്താ? തണുപ്പിലെ രാജ്യമാണ്, യൂറോപ്യൻ രാജ്യമാണ്. യൂറോപ്യൻ രാജ്യമാണ്, എപ്പോഴും തണുപ്പാണ്. അല്ല, എപ്പോഴും തണുപ്പാണല്ല, സമ്മറും ഉണ്ട്. സമ്മറും ഉണ്ട്. ഈ പിന്നെ മഴക്കാലം ഏത് ടൈം അവിടെ? മഴക്കാലം ഇപ്പോൾ ഒരു മാസം മുമ്പെല്ലാം ഉണ്ടായിരുന്നു. നല്ല മഴയാണോ? അതെ, നല്ല മഴയാണ്. എത്ര വർഷമായിട്ട് ഇപ്പം പോളണ്ടിൽ? ഞാൻ 2 വർഷമായി. 2 വർഷമായി. അവിടുത്തെ ഫുഡും രീതിയൊക്കെ എങ്ങനെയാണ്? ഫുഡെല്ലാം പിന്നെ നമ്മുടെ ഇന്ത്യൻ മലയാളി സീ ഫുഡാണോ? അല്ലല്ല, സീ ഫുഡൊന്നും കിട്ടൂല. സീ ഫുഡ് കിട്ടില്ല. ബ്രെഡ്, പിസ്ത, പാസ്ത അങ്ങനത്തെ. സീ ഫുഡ് അവിടെ നിന്ന് കിട്ടൂല. സീ ഫുഡ് കിട്ടൂല. ഇല്ല ഇല്ല ഇല്ല, സീ ഫുഡ് ഫ്രോസൺ ടൈപ്പ്. അപ്പൊ ഇവിടെ നിന്ന് വന്നാൽ പിന്നെ ഒരേ സീ ഫുഡ് കഴിക്കുക. അതെ, കാരണം ഇപ്പൊ നല്ല മത്തിയൊക്കെ വളരെ ചെറിയ വിലയേ ഉള്ളൂ. അതെ. ഓക്കെ, മാഡത്തിന്റെ പേര്? നമിത. എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യില്ല. അങ്ങോട്ട് പോയിട്ടുണ്ടോ പോളണ്ടിലോട്ട്? ഇപ്പൊ ഇല്ല, ഏട്ടൻ ഇപ്പൊ അടുത്ത് മാറിയതായിരുന്നു. നമ്മൾ ഒരുമിച്ച് ഇന്തോനേഷ്യയിലായിരുന്നു. ഇന്തോനേഷ്യ ഉണ്ടായിരുന്നു. എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? 4 വർഷം. 4 വർഷം ഉണ്ടായിരുന്നു. ഓക്കെ. മോന്റെ പേരെന്താ? ആദിവ്. ആദ്യം എന്താ കഴിക്കുന്നേ? സീക്രട്സ്. പാട്ട് പാടുവൻ. അപ്പ ഗീച്ചു. പക്ഷെ പല നാട്ടിലും ഇപ്പം കുട്ടികളെ തല്ലിക്കഴിഞ്ഞാൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കുന്ന നിയമം പോലും ഇപ്പം കാലം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ചെറിയൊരു ചോദ്യമാണ്, യാത്രക്കാർ തെറ്റ് ചെയ്താൽ മോശമായിട്ട് അറിയപ്പെടുന്ന വാഹനം ഏതാണെന്നാണ് ചോദ്യം. യാത്രക്കാർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോശമായിട്ട് അറിയപ്പെടുന്ന വാഹനം ഏതാണ്? എന്താ മാഡം? സാർ, ബൈക്കാണോ? ബൈക്കല്ല. ടീച്ചറെ ഇല്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമാണ് പരിചയപ്പെടാൻ പറ്റില്ല. പോളണ്ടിലെ കാര്യമൊക്കെ ചർച്ച ചെയ്ത് വളരെ സന്തോഷം. കാണാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, യെസ്. ഹായ്, നമസ്കാരം. നമസ്കാരം. പേര്? നാഷിം. നാഷിം. സ്വന്തം സ്ഥലം എവിടെയാ? പൂത്തുപറമ്പ്. പൂത്തുപറമ്പിൽ എവിടെ? പൂത്തുപറമ്പ് ടൗണിലാണോ അല്ലെങ്കിൽ പുറക്കണം അങ്ങോട്ട്? മെരുമ്പൈ. കണ്ടേരി. കണ്ടിട്ടില്ലെങ്കിൽ ഇല്ലേ കണ്ടേരി. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇവിടെ ഷോപ്പുണ്ട്, ടീ സ്റ്റാളുണ്ട്. ടീ സ്റ്റാളിന് പേരെന്തും കൊണ്ടോ? ആ, കാദർഖാന്റെ ചായക്കട എന്നാ പേര്. കാദർഖാന്റെ ചായക്കട എന്നാ പേര്. കാദർഖാന്റെ ചായക്കട. ഈ കാദർഖാന്റെ ചായക്കടയിൽ എന്തൊക്കെയാണ് വിഭവങ്ങളുള്ളത്? എല്ലാം എണ്ണക്കടികളാണ്. പിന്നെ ജ്യൂസ്, പിന്നെ ചായ, ജ്യൂസ്, അങ്ങനത്തെ ഹോർലിക്സ്, ബൂസ്റ്റ്. ഹോർലിക്സും ബൂസ്റ്റൊക്കെ ഉണ്ട്. ഈ ചായയുടെ പൈസയാണോ ഹോർലിക്സിന് ബൂസ്റ്റിനുള്ള പൈസ? അല്ല, അതിന് ഇച്ചിരി കൂടും. എത്ര കൂടും? ചായക്കാൾ എത്ര കൂടും ബൂസ്റ്റിന്? 4 രൂപ കൂടും. പിന്നെ ഹോർലിക്സ് ആണെങ്കിൽ അതും അങ്ങനെ സെയിം റേറ്റ് ആണ്. അപ്പം ചായക്കാൾ ഒരു 4 രൂപ മാത്രമാണ് ഹോർലിക്സിനും ബൂസ്റ്റിനുള്ളത്. അപ്പം ചായയാണോ നല്ലത്, ഹോർലിക്സ് ആണോ നല്ലത്, ബൂസ്റ്റ് ആണോ നല്ലത്? അതെയാളും ചായ തന്നെയാണ് കൂടുതൽ കഴിക്കാൻ. 80% ചായ തന്നെ പോവാം. എണ്ണക്കടികൾ ആണ് പിന്നെ മറ്റേ ഉച്ചഭക്ഷണം അങ്ങനെ സംഭവമൊന്നുമില്ല.
ഉച്ചഭക്ഷണം അങ്ങനെ ഒന്നുമില്ല, എന്നാലും ഓംപ്ലേറ്റ് ഓംപ്ലേറ്റ് ബ്രെഡ് ബ്രെഡ് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നു. നന്നായിട്ട് വരട്ടെ, ഇൻഷാല്ലാ നന്നായിട്ട് വരട്ടെ. ഇവിടെ 14 വർഷമായി. 14 വർഷമായി. പലഹാരങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ പുറത്തു കൊണ്ടുവരുന്നതാണോ? വീട്ടിൽ നിന്ന് അധികം ഉണ്ടാക്കും, പിന്നെ കുറച്ച് ഞാൻ അവിടെ ഉണ്ടാക്കും. വേറെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആരും ഉണ്ടോ? ഒരാളുണ്ട്. ആ ചേട്ടൻ്റെ പേരെന്താ? ആ ചേട്ടൻ അനീഷേട്ടൻ. എത്ര മണി വരെ കാണും? വൈകിട്ട് വൈകിട്ട് 7 മണി വരെ. വൈകിട്ട് 7 മണി വരെ. നമ്മുടെ പേര്, കടയുടെ പേര്? കാതിർക്കാൻ്റെ ചായക്കട എന്നാ. അത് മൂപ്പർ കഴിഞ്ഞ വർഷം മരണപ്പെട്ടുപോയി. പിന്നെ ഇപ്പം ഞാനാണ്. എൻ്റെ പേര് നാഷിമ്. നാഷിം ഖാൻ്റെ തട്ടുകട, ചായക്കട. വലിയ അടിപൊളി പലഹാരങ്ങളും ഓംപ്ലേറ്റും ബ്രെഡും ഒക്കെ ഉണ്ട്, കഴിക്കാം. ഹോർലിക്സ് ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്, ചായ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഇവിടുത്തെ വിശേഷം പറഞ്ഞോട്ടെ. ഞാനിവിടെ ദിവസവും 4 പ്രാവശ്യം വരും. ഗ്രീൻസിൽ ദിവസം 4 തവണ? 4 തവണ വരും. ഞായറാഴ്ച ഒഴികെ. ഞായറാഴ്ച ഞാൻ കടയിൽ വരാറില്ല. എന്തിനീ 4 തവണ വരുന്നത് ഗ്രീൻസിൽ? ഞാൻ ഇവിടെ നിന്നാണ് കൂടുതൽ സാധനം പർച്ചേസ്. അവിടത്തേക്കുള്ള പാലായിട്ടും അതുപോലെ തന്നെ ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഒക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടുന്ന് എടുക്കാറ്. അതുകൊണ്ട് ഫ്രൂട്ട്സ് പിന്നെ തീരുന്ന സമയത്ത് ഓടി വന്ന് ആദ്യമായിട്ട് പഴങ്ങൾ എന്ന കാര്യം ഗ്രീൻസിന്റെ സന്തത സഹചാരിയാണ്. പിന്നെ ഞാൻ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ പോകുന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വന്നു കഴിഞ്ഞാലും ഒരു സൂപ്പർ മാർക്കറ്റ് ആയിക്കോട്ടെ പർച്ചേസിങ്ങിന് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇവിടുത്തെ സ്റ്റാഫ് കൂടെ തന്നെ ഉണ്ട്. നല്ല സപ്പോർട്ടിങ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങൂല, ഇവിടെ തന്നെ വരും. പെട്ടെന്ന് തരാം. ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എവിടെയാണ് ഉള്ളത് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ടത്. ഇവിടുത്തെ സ്റ്റാഫുകളായിട്ട് നമുക്ക് എല്ലാവരും സന്തോഷം. അപ്പം ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കും. ഉത്തരം പറഞ്ഞാൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനം, അതുപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം. ചോദ്യം, കൂടുതലും യാത്ര ചെയ്യുന്ന ഏത് വാഹനത്തിലാണ്? ഞാൻ ബൈക്കിലാണ്. ബൈക്കിലാണ്. കൂത്തുപറമ്പ് ഇങ്ങോട്ടേക്ക് വരുന്ന ബൈക്കിലാണ്, തിരിച്ചു പോകുന്ന ബൈക്കിലാണ്. അതായത് നമ്മൾ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് നമ്മുടെ തെറ്റാണ്, അല്ലേ? നമ്മുടെ തെറ്റാണ്. അതായത് ഓടിക്കുന്ന ആളുടെ തെറ്റാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഡ്രൈവ് ചെയ്യുന്നത് അതും നമ്മുടെ തെറ്റാണ്. കാരണം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വാഹനം പുറത്തിറക്കാൻ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ തെറ്റ് നമ്മളാണ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ചോദ്യമാണ്, യാത്രക്കാർ തെറ്റ് ചെയ്താൽ മോശമായിട്ട് അറിയപ്പെടുന്ന വാഹനം ഏതാണ്? യാത്രക്കാർ തെറ്റ് ചെയ്താൽ മോശമായിട്ട് അറിയപ്പെടുന്ന വാഹനം ഏതാണ്? യാത്രക്കാരെ തെറ്റ് ചെയ്യുക, പക്ഷേ മോശമായിട്ട് അറിയപ്പെടുന്ന വാഹനമാണ്. ഏതാണ് വാഹനം? ബസ്. കാരണം അവർക്ക് ഇപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അതന്നെ ഉള്ളൂ. കാരണം ബാക്കിയുള്ള അവനവനെ ഓട്ടിയിട്ട് പോകുകയല്ലേ. എന്തായാലും വളരെ സന്തോഷം. ഉത്തരം തെറ്റാണെങ്കിൽ പരിചയപ്പെട്ട വളരെ സന്തോഷമുള്ള കാര്യം ഭംഗിയായിട്ട് നടക്കട്ടെ. ചായക്കട, ഹോർലിക്സ്, ബൂസ്റ്റ് എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, യാത്രക്കാർ തെറ്റ് ചെയ്താൽ മോശമായിട്ട് അറിയപ്പെടുന്ന വാഹനം ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പം അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുപിൻ തുറക്കപ്പെടും എന്നൊക്കെയാണ് നമ്മൾ പണ്ടേ കേട്ടില്ല. അതുപോലെ നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുമോ നോക്കാം, നോക്കിയിട്ട് വരാം. ഏതാ വണ്ടി? ഇതാണ് ചെറുവണ്ടി. ചിരുവണ്ടിയാ? ഈ വണ്ടിയുടെ പേരെന്താ? അമ്മോ. ഓക്കെ. മോന്റെ പേരെന്താ? മൂവാത്. എത്ര ക്ലാസ് പഠിക്കുന്നത്? 5ാം ക്ലാസ്. ഇന്നെന്താ സ്കൂളിൽ പോവാഞ്ഞേ? ഇന്ന് സ്കൂളെ കയറ്റൂല. എന്താ കേട്ടത്? അമ്മ അത് ഞാൻ എവിടെ പോകുന്നുണ്ട്. അത് ശരി. വീട് എവിടെ മോന്റെ? ബക്കളം. ആരുടെ കൂടെ ഇപ്പൊ വന്നേ? ഉമ്മന്റെ പടം. മേഡം ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒന്ന് പരിചയപ്പെടട്ടെ. എന്താ പേര്? സീനത്ത്. ബക്കളത്ത് എവിടെ വീട്? പൂതപ്പാറ. ബക്കളം പൂതപ്പാറ. അല്ല, അഴീക്കോട് ഒരു പൂതപ്പാറയുണ്ട്, ബക്കളത്തും പൂതപ്പാറയുണ്ടോ? അത് ബക്കളത്ത് നമ്മളിപ്പം റോഡിപ്പം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നെ ഈ നമ്മളെ കൊയ്ത്തൊക്കെ നടക്കുന്ന സ്ഥലമുണ്ടല്ലോ, വലിയ വയൽ, അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോഴെന്തായാലും ബക്കളത്ത് നിന്നാണ് നമ്മുടെ ഗ്രീൻസിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. തെറാപ്പിക്ക് വന്നത് കഴിഞ്ഞോ? അത് ഡെയിലി തെറാപ്പിയാണോ എങ്ങനെയാ? ആഴ്ചക്ക് 3 ദിവസം. ടൈം എത്ര മണിയാ? 40 മിനിറ്റ്. 40 മിനിറ്റ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് സ്കൂളിലൊന്നും പോയി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ആഴ്ചക്ക് 3 ദിവസം. 3 ദിവസം ഉണ്ട്. ഓക്കെ. ഹാപ്പി അല്ലേ? പാട്ട് പാടുവാ? ഒരു പാട്ട് പഠിക്കാം. കൊച്ചു പൂമ്പാറ്റെ പാറി നടക്കോ പൂമ്പാറ്റെ, പാല് തര, തേന് തര, കവടി ഉമ്മ തര. അടിപൊളി കൊടുക്കേ. ശരി. അപ്പോൾ അമ്മ പറയുന്ന പോലെ കേട്ട് അടിപൊളിയായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചോദ്യം ചോദിക്കട്ടെ.
ഇങ്ങോട്ട് പേര് തസ്നി, തസ്നി. സ്ഥലം എവിടെയാ? കച്ചേരിപ്പറമ്പ്. കച്ചേരിപ്പറമ്പ്. നിങ്ങളുടെ പേര്? സിജിലി, സിജിൽ. എവിടെ? മുണ്ടേരാൻ. മുണ്ടേരി. കച്ചേരിപ്പറമ്പല്ല അല്ല, മുണ്ടേരി മുട്ടയാണ്. നിങ്ങൾ 3 പേരുള്ള ബന്ധം എങ്ങനെയാണ്? കൂട്ടുകാരാണോ? നൂറ് 200 കിട്ടും. ഇപ്പം വീട്ടിലായതുകൊണ്ട് ഒന്നും കിട്ടത്തില്ല. ഇല്ല, ഇപ്പൊ വീട്ടിൽ തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ശരി. പാട്ട് പാടാറുണ്ടോ? ആരാ പാടുക? പുള്ളിക്കാരി പാടും അല്ലേ? നല്ലോണം പാടുന്ന ഒരാളാണ്. അപ്പോൾ ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം നമ്മൾ പാട്ട് എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ പെട്ടെന്ന് വരുന്ന ഏത് പാട്ടായാലും കുഴപ്പമില്ല. ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും തുളുവായാലും മലയാളമായാലും ഏത് പാട്ടായാലും ഒരു 4 പേര്. റെഡി? പഠിക്കോ? സാധാരണ അവരാണ് പാടുന്നത്, പക്ഷെ ഇപ്പം ഇവരാണ് പാടുന്നത്. പഠിക്കാം. ശരി. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണേ, ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമുണ്ട്. ചോദ്യം, അതായത് നിങ്ങൾ രക്ഷിതാക്കളോട് പറയാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ആരുടെ തെറ്റാണ്? രക്ഷിതാക്കളുടെ തെറ്റാണോ നിങ്ങളുടെ തെറ്റാണോ? നമ്മുടെ തെറ്റാണല്ലേ. കാരണം വീട്ടിൽ പറയാതെ രക്ഷിതാക്കളോട് പറയാതെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ തെറ്റാണ്. അതുപോലെ തന്നെ കളവ് പറയുന്നത് തെറ്റല്ലേ? തെറ്റാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നല്ല കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ചില കളവൊക്കെ പറയേണ്ടി വരും അല്ലേ? അത് വലിയ കളവല്ല, ചെറിയ കളവൊക്കെ പറയേണ്ടി വരും. കുഴപ്പമില്ല. അപ്പം എൻ്റെ ചെറിയ ചോദ്യമാണ്, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് തെറ്റ്, ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം എടുത്ത് ഡ്രൈവ് ചെയ്യുന്നത് തെറ്റ്, ഹെൽമറ്റ് ഇടാതെ ഡ്രൈവ് ചെയ്യുന്നത് അട്ടിക്കിട്ട ഒരു ആറാക്ക് കുസൃതിയാണ്, പക്ഷേ കറക്റ്റായിട്ട് ആൻസറാണ്. ട്രെയിനാണോ? ട്രെയിനിൽ എത്ര ആൾക്ക് യാത്ര ചെയ്യാം? കുറേ ആൾക്ക്. 10, 100 അല്ല, കുറേ ആൾക്കാർക്ക് യാത്ര ചെയ്യാം. ട്രെയിൻ ആണെങ്കിൽ യാത്ര ചെയ്യുന്നവർ തെറ്റ് ചെയ്താൽ ട്രെയിൻ മോശമായിട്ട് അറിയപ്പെടാറുണ്ടോ? ഇല്ലേ? ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? എത്ര തവണ? കുറേ. നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? നിങ്ങളും യാത്ര ചെയ്തിട്ടുണ്ടോ? ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ തെറ്റ്, ഉത്തരം ഞാൻ പറയാം. ഉത്തരം ട്രെയിനാണ്. ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ട്രെയിനാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ട്രെയിനിന് മോശമായിട്ട് അറിയപ്പെടുന്നത്? യാത്രക്കാർ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ അറിയപ്പെടുന്നു? ഓടിയിട്ട് കയറുന്നത് തെറ്റല്ല. യാത്രക്കാർ തെറ്റ് ചെയ്യും, പക്ഷെ വാഹനം മോശമായിട്ട് അറിയപ്പെടും. തീവണ്ടി നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റാണ്, പക്ഷേ എന്താണ് കാരണം?
പക്ഷേ ഇല്ല ടിക്കറ്റ് എടുക്കാണ്ട് വരുന്ന പറ്റാ ടിക്കറ്റ് എടുക്കാണ്ട് കയറില്ല പറ്റാ ടിക്കറ്റ് എടുക്കാണ്ട് കയറി കഴിഞ്ഞാൽ എന്താ പറയാ തീവണ്ടിയിൽ ടിക്കറ്റ്